ഭക്ഷണ സമയത്ത് നമ്മുടെ കൂടെ ഇരുത്തണം കുട്ടികളെ. ഓവറായിട്ട് കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ. ഇവനെ കണ്ടോ ഉസ്താദേ, നല്ല മോനെ, ഒന്ന് തീരെ തിന്നൂല, എന്തെങ്കിലും തിക്കറുണ്ടോ, ചോദിക്കും. ഒന്ന് നല്ലോണം തിന്നണം. ഓൻ എത്ര തിന്നും? ആകെ 2 ചപ്പാത്തി 2 പത്തിരിയൊക്കെ തിന്നുള്ളൂ. ഓൻ എത്രാം ക്ലാസ്? 2ാം ക്ലാസ്. ഇവൻ എത്ര തിന്നണ്ടേ? ഇവനാകെ UKG എത്ര? നല്ല തിന്നും, നല്ല മോന്. എത്ര തിന്നും? 5 ചപ്പാത്തിയോ. ഇവൻ SLC ആയാലും എന്തായിരിക്കും അവസ്ഥ? വീടിനെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയേ വേണ്ടത്. ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കുന്ന സ്വഭാവമുള്ള ചില പിള്ളേരുണ്ടാവും, അതും നിരുത്സാഹപ്പെടുത്തണം. ഫസാലിമാ പറയുന്നത് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാം മൗലിദ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന്റെ ഫംഗ്ഷനിൽ, വേറെ എന്തെങ്കിലും പ്രോഗ്രാമിൽ. അപ്പോൾ ഈ കോണിപ്പടിയിലൊക്കെ ഇരുന്നിട്ട് ചില പിള്ളേർ ഇങ്ങനെ നോക്കും. CCTVന്റെ ഒരു ചുമതല. മൂപ്പരെത്ര കാടയുടെ, കോഴിയുടെ, പൊരിച്ചയുടെ, ഫ്രൈയുടെ കാല് എത്രയാണ് എടുക്കുന്നത്, മറ്റേ ഭയങ്കര തീറ്റയാണല്ലോ, അങ്ങനത്തെ കുട്ടികളെ വിളിക്കുക. ഫസാലിമാമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാം, അവരെ വിളിക്കാം. നീ കഴിച്ചാ അപ്പുറം പോ. അങ്ങനെ കുട്ടികൾക്ക് നമ്മളെ കൂടെ ഇരുത്തിയിട്ട് ബിസ്മി ചൊല്ലാനും അൽഹംദുലില്ലാ ചൊല്ലാനും, വലത് കൈ കൊണ്ട് തിന്നാനും, അടുത്തുനിന്ന് തിന്നാനും, 2 കൈയും കഴുകാനും, മറ്റുള്ളവരെ പരിഗണിക്കാനും കൂടി കുട്ടികളെ പഠിപ്പിക്കണം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഈ പ്ലേറ്റിൽ 2 ചിക്കൻ പീസാണ് ഉള്ളത്, ഒന്ന് ഇത്താത്തൊക്കെ കൊടുക്കണേന്ന് കുട്ടീനോട് പഠിപ്പിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ 2 കോഴി അങ്ങനെ തന്നെ നൃത്തത്തിലുണ്ട്, റുക്കൂയിലുണ്ട്, സുജൂദിലുണ്ട്, അത് പൊരിക്കാന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഈ കുട്ടിക്ക് മനുഷ്യത്വം, മനുഷ്യപ്പറ്റുള്ള ജീവിതം പഠിപ്പിക്കണം. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഒരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല, വേണ്ട പോലെ കൊടുത്തിന്, നല്ല ഡയലോഗല്ല ആ കുട്ടിക്ക് പഠിപ്പിക്കും.